ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ഷർട്ട് ചെയ്തെടുത്താലോ? ക്രോഷറ്റിൻ്റെ ഒരു ഷർട്ട് 2 ഷെയ്ഡിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റോംബർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഡിസയർ എന്ന ബ്രാൻഡിൻ്റെ 2 ഷെയ്ഡുള്ള ബ്ലൂവും വൈറ്റുള്ള ഒരു റോംബറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 5 പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു 3 mm ഹുക്സെറ്റൊക്കെ 5 പ്ലേ ആയതുകൊണ്ട് നമ്മൾ 3 mm ഹുക്സെറ്റും കുറച്ച് സ്റ്റിച്ച് മാർക്കേഴ്സ് 4 സ്റ്റിച്ച് മാർക്കേഴ്സും ആണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ 3 to 6 months ബേബിക്ക് നമ്മൾ 54 ചെയിൻ സ്റ്റിച്ചാണ് എടുക്കുക. അതിൽ ഫ്രണ്ട് വരുന്നത് 7, 2 ഫ്രണ്ട് 7 സ്ലീവിന് നമ്മൾ 9 സ്റ്റിച്ചസും അതുപോലെ ബാക്കിന് നമ്മൾ 17 ആണ് എടുക്കുക. പിന്നെ അതിൻ്റെ ഒക്കെ സെൻട്രലായിട്ട് നമ്മൾ ഓരോ ചെയിൻ സ്റ്റിച്ചസ് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ നമുക്ക് 54 സ്റ്റിച്ചസ് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് 6 to 1 year ബേബിക്കാണെങ്കിൽ നമ്മൾ 60 ചെയിൻ സ്റ്റിച്ച് എടുക്കും. നമ്മൾ ഫ്രണ്ട് വരുന്നത് 8 ആണ്, സ്ലീവ് വരുന്നത് 10 ആണ്, ബാക്ക് സൈഡ് വരുന്നത് 19 ആണ്. അപ്പോൾ പിന്നെ 4 കോർണറിലും ഒരു സ്റ്റിച്ച് എക്സ്ട്രാ ആഡ് ചെയ്യും. അങ്ങനെ ടോട്ടൽ നമുക്ക് 60 സ്റ്റിച്ചസ് 59 സ്റ്റിച്ചസ് ആണ് കിട്ടുക. 60 ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര മെഷർമെൻറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ വലിയ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 1 to 2 years ഉള്ള ബേബീസിനാണെങ്കിൽ ഈ 19 ഉള്ളത് 2 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 21 ആവും. സ്ലീവിൽ 1 10 11 ആക്കി കൊടുക്കുക. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ 8 ഉള്ളത് 9 സ്റ്റിച്ച് ആക്കി കൊടുക്കുക. ബാക്കി 4 എണ്ണം കൗണ്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ചസ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 3 to 6 monthsൻ്റെ ഒരു സൈസിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് അളവിലും വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇവിടെ വലിച്ചിട്ട് സ്ലിപ്പ് നോട്ട് ഒന്ന് ചെറുതാക്കി കൊടുക്കുക. നമ്മളിവിടെ 53 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ആദ്യം 1 2 3 4 5 6 7 8 9 10 11 നമുക്കിങ്ങനെ 53 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 53 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് നോക്കാം. മെഷർമെൻറ്റ് വരുന്നത് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് നമുക്ക് മെഷർമെൻറ്റ് കിട്ടുന്നുണ്ട്. അത് സെൻറ്റിമീറ്ററിൽ വെച്ച് നോക്കുമ്പോൾ അതാ നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ നെക്കിൻ്റെ മെഷർമെൻറ്റ് വേണ്ടത് അത്രയും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. 10 ഇഞ്ചും ആണ് നമുക്ക് മെഷർമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടുന്ന് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളൊരു ചെയിൻ 1 ചെയ്ത് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് 1 2 3 4 5 6 7 ഏഴാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് വീണ്ടും കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 ഒമ്പതാമത്തെ ചെയിനിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ബാക്ക് സൈഡാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 നമ്മൾ ഇവിടുന്ന് 17ാമത്തെ സ്റ്റിച്ചിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സ്ലീവിൻ്റെ ഭാഗമാണ് വരുന്നത്. അവിടുന്ന് 9 സ്റ്റിച്ച് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 ഒമ്പതാമത്തേതിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി ബാലൻസ് നമുക്ക് 7 സ്റ്റിച്ചസ് കിട്ടണം. 7 സ്റ്റിച്ചസ് ഉണ്ടോയെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് 7 സ്റ്റിച്ചസ് ഉണ്ടെങ്കിലേ നമുക്ക് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് കിട്ടുള്ളൂ. എനിക്കിവിടെ 7 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഇതാ ഈ ഒരു ചെയിൻ എത്തുന്നവരെ നമുക്ക് ഇവിടുന്ന് നമ്മളിതാ സ്റ്റിച്ച് മാർക്കർ വെച്ചത് ഇങ്ങനെ നോക്കുക, കറക്റ്റ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ സ്റ്റിച്ചസ് സ്റ്റിച്ച് മാർക്കർ വെച്ചത് കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. അതിന് ശേഷം ഇതാ ഞാനൊരു ചെയിൻ എക്സ്ട്രാ ഇടുന്നുണ്ട്. നേരത്തെ ഇട്ടിട്ടില്ല, അപ്പോഴാണ് ഞാൻ ചെയിൻ എക്സ്ട്രാ ഇട്ടത്. അതിന് ശേഷം ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക കേട്ടോ. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു
രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും yarn work ചെയ്ത് രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. yarn work ചെയ്യുക, 3 ലൂപ്പ് കിട്ടും. രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ 2 പ്രാവശ്യം പുറത്തേക്ക് എടുക്കുക. അതിന് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 7 സ്റ്റിച്ചസിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയിനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് എന്തോ നമ്മൾ എല്ലാ ചെയിനിലും 1 2 3 4 5 6 7 7 സ്റ്റിച്ചസാണ് നമുക്ക് കിട്ടിയത്. അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സെയിം സ്പേസിൽ തന്നെ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യുക. വീണ്ടും സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യുക. നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ഈ ഒരു സ്റ്റിച്ചിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ 3 സ്റ്റിച്ചസ് ഒരു സെയിം സ്പേസിൽ 3 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ സെക്കൻഡ് വണ്ണിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഫസ്റ്റിലല്ല, സെക്കൻഡ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ വെക്കുക. അതാണ് ഇതിൻ്റെ സെൻറ്ററായിട്ട് വരിക. ഇനി അവിടെ ആ ഒരു സെൻറ്ററിലാണ് ഇനി നമ്മൾ ഇൻക്രീസിങ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സെയിം സ്പേസിൽ തന്നെ 3 എണ്ണം ചെയ്തു. അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചത്. അതിനുശേഷം നമ്മളിതാ അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ 9ാമത്തെ സ്റ്റിച്ചിലാണ് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ചെയ്യുക കേട്ടോ. എപ്പോഴും നമ്മൾ സ്റ്റിച്ചസ് ഓരോ റൗണ്ടും എഴുതി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തു എന്ന് എഴുതി വെക്കുക. എത്രയാണോ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് എഴുതി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അതുപോലെ ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് കാണുക. അതുപോലെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെക്കാമെന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും നമ്മൾ ആദ്യം വീഡിയോ വാച്ച് ചെയ്യുക, അതിനുശേഷം നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് തെറ്റാതെ തന്നെ മനസ്സിലാവും. നമ്മളിവിടെ ബാക്കി എല്ലാ സ്റ്റിച്ചസിലും ആ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് അവിടെ മാത്രമാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തു. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്ക് 3 ആ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. 1 സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 സെക്കൻഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് വണ്ണിൽ അവിടുന്ന് ഫസ്റ്റ് അല്ല സെക്കൻഡ് വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മൾ അടുത്ത റൗണ്ടിലെ കോർണറിൽ ഇൻക്രീസിങ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കറിൽ മാത്രമാണ് ഇൻക്രീസിങ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് ഇപ്പം 2 സ്റ്റിച്ച് മാർക്കർ നമ്മൾ കഴിഞ്ഞു. ആ 2 സ്റ്റിച്ച് മാർക്കറിലും നമ്മൾ 3 സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അതിൽ നമ്മൾ 3 സ്റ്റിച്ചസ് ചെയ്തു. ഇനി നമ്മൾ ഈ അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ DC എന്ന് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ആ സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 3 സ്റ്റിച്ചസ് ചെയ്യണം. ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് ആ ഒരു ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 2 എണ്ണം ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഒരു ഇൻക്രീസിങ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വണ്ണിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ നമുക്ക് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഏത് അളവിലും വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം.
അപ്പോൾ ഞാനിവിടെ അടുത്ത സിസ് മാർക്കർ എത്തിയിട്ടുണ്ട്. ഈ സിസ് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ DC ചെയ്തു. ഈ സിസ് മാർക്കർ റിമൂവ് ചെയ്യാം. ഇത് നമ്മളെ ലാസ്റ്റ് ഇൻക്രീസിങ് സ്റ്റിച്ചാണ്. ഇവിടെ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 3 ചെയ്യുന്നുണ്ട്. ആ സിസ് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു ചെയിനിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു. സെയിം സ്പേസിൽ തന്നെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്യാം. അപ്പോൾ നമുക്ക് 4 കോർണർ ഇങ്ങനെ ടേണായി വന്നിട്ടുണ്ട്. അതാ 3 സ്റ്റിച്ച് നമ്മൾ ചെയ്തു. ഇതിൻ്റെ സെൻറ്ററിൽ വീണ്ടും സിസ് മാർക്കർ വെച്ച് കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റിച്ചിൽ സിസ് മാർക്കർ വെക്കുക. സിസ് മാർക്കർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു യാണം ഉണ്ടെങ്കിലും കെട്ടിയിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് നമുക്ക് ബാലൻസ് വരുന്ന 7 ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഇത് നമ്മളെ ഫ്രണ്ട് സൈഡാണ്. ഈ ഒരു ഭാഗം നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ടാണ്. സ്റ്റാർട്ടിങ്ങിലും നമ്മൾ ഫ്രണ്ട് ചെയ്തു, പിന്നെ സ്ലീവ് ചെയ്തു, പിന്നെ ബാക്ക് ചെയ്തു, പിന്നെ ഇതാ സ്ലീവ് ചെയ്തു. അപ്പോൾ ഇത് ലാസ്റ്റ് വരുന്നത് ഫ്രണ്ട് ഭാഗമാണ്. അങ്ങനെ നമ്മൾ 5 ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ 7ാമത്തെ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വലിച്ച് വെക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ വെച്ച് നോക്കാം കേട്ടോ. ഇതാ ഇങ്ങനെയാണ് നമ്മളെ ഇത് പാർട്ട് വരുന്നത്. ഇത് ഫ്രണ്ട് സൈഡാണ്. ഇത് രണ്ടും സ്ലീവ്, മറ്റേത് ബാക്ക് സൈഡും. അങ്ങനെയാണ് വരിക. ഇത് ബാക്ക്, ഇത് രണ്ടും സ്ലീവ്. ഇങ്ങോട്ട് വരുന്നത് ഫ്രണ്ടിൽ നമ്മൾ ബട്ടണൊക്കെ വെച്ച് അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് 1 2 3 ചെയിൻ ചെയ്യുക. വർക്ക് ടേൺ ചെയ്യാം. ഇനി നമ്മൾ ഈ യാൺ ഓവർ ചെയ്ത് സെക്കൻഡ്സ് ഇതിപ്പോൾ നമ്മൾ ഒരു 3 ചെയിൻ ഒരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. സെക്കൻഡ് ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. 3ാമത്തെ ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഇതാ ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇതിൽ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്ത പോലെ തന്നെ ആ ഒരു റിമൂവ് ചെയ്ത ചെയിനിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇൻക്രീസിങ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ആ ഒരു കോർണറൊക്കെ ടേൺ ആവും ചെയ്യും. നമ്മളെ വിടുത്ത് ഇൻക്രീസായി വരും ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെയിം സ്പേസിൽ തന്നെ 3 സ്റ്റിച്ചസ് ചെയ്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് വണ്ണിൽ നമുക്ക് സിസ് മാർക്കർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് വണ്ണിൽ സിസ് മാർക്കർ വെക്കുക. വീണ്ടും നമ്മൾ അടുത്ത കോർണർ എത്തുന്നവരെ, അടുത്ത സിസ് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അടുത്ത സിസ് മാർക്കർ എത്തുന്നവരെ ഇങ്ങനെ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ അടുത്ത സിസ് മാർക്കർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സിസ് മാർക്കർ റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്കതിൽ വീണ്ടും നമുക്ക് ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സെയിം സ്പേസിൽ തന്നെ സെക്കൻഡ് വൺ ചെയ്യുക. തേർഡ് വണ്ണും സെയിം സ്പേസിൽ തന്നെ ആ സെയിം ചെയിനിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി സെക്കൻഡ് വണ്ണിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. 1 2 സെക്കൻഡ് വണ്ണിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. വീണ്ടും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു കോർണർ എത്തുന്നവരെ, ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. ചെയിൻസ് ഒന്നും മിസ്സായി പോകരുത് കേട്ടോ. അപ്പോൾ ചെയിൻ മിസ്സായാൽ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവില്ല. പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഗ്യാപ്പ് കാണും. അപ്പോൾ നമുക്ക് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു കോർണറിൽ ഇതാ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 സെയിം സ്പേസിൽ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 2 സെയിം സ്പേസിൽ മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്യാം. അപ്പോൾ നമ്മൾ കോർണർ ഇവിടെ വീണ്ടും ടേൺ ആയി വരുന്നുണ്ട്. ഈ ഒരു ചെയിനിൽ 3 നമ്മൾ ചെയ്തു. ഇനി സെക്കൻഡ് വണ്ണിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം.
നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ എല്ലാം എപ്പോഴും വെക്കണം കേട്ടോ, അത് മറന്നു പോവരുതേ, നമുക്ക് പിന്നെ സ്റ്റിച്ചസ് നോക്കിയാൽ മനസ്സിലാവാതെ പോവും. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇതുവരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC ചെയ്തു. ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കറിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് ആ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 1 2 ചെയിൻ സ്പേസിൽ തന്നെ 3. അപ്പോൾ നമ്മൾ ഒരു ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് 3 എണ്ണം ചെയ്തു. സെക്കൻഡ് വണ്ണിൽ നമുക്ക് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതുവരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടും നമ്മളിവിടെ കംപ്ലീറ്റ് ആകുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മളെ വർക്ക് ഇൻക്രീസായി വരും. 4 കോർണറിലും നമ്മൾ എക്സ്ട്രാ 3 സ്റ്റിച്ചസ് ആഡ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മളെ വിഡ്ത്ത് ഇൻക്രീസായി വരും. അപ്പോൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ലാസ്റ്റ് ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യണേ. ഇതാ ലാസ്റ്റ് ഈ ഒരു ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. എല്ലാവരും ചിലപ്പം മറന്നു പോകും, ബിഗിനേഴ്സിനൊക്കെ മറന്നു പോകുന്നൊരു സംഗതിയാണ് ഈ ഒരു സ്പേസിൽ, ഈ ഒരു ചെയിനിൽ ലാസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് ഒരു എഡ്ജൊക്കെ കറക്റ്റ് പെർഫെക്ഷനിൽ വരുള്ളൂ. നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതാ നമുക്കിതാ സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും ഫ്രണ്ട് സൈഡ്, 2 സ്ലീവ്, ബാക്ക് ഇങ്ങനെ നമ്മൾ മടക്കി വെക്കുമ്പോൾ അത് ഫ്രണ്ട്, മറ്റേത് സ്ലീവ്, ബാക്ക് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും സെയിം പാറ്റേൺ തന്നെ ചെയ്യാം. 1 2 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. 2 ചെയിൻ ആയാലും കുഴപ്പമില്ല, 3 ചെയിൻ ആയാലും കുഴപ്പമില്ല. ഞാൻ നേരത്തെ 3 ആണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, ഞാൻ നേരത്തെ 3 ചെയ്തു, ഇപ്പോൾ എന്താ 2 ചെയ്യുന്നതെന്ന്. 2 ചെയിൻ ആയാലും 3 ചെയിൻ ആയാലും കുഴപ്പമില്ല. DCക്ക് നമ്മൾ 2 ചെയിനാണ് ചെയ്യുക. നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിച്ച് മാർക്കറിൽ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഓരോ ചെയിനിലും ഓരോ DC ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കറിൽ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു സ്റ്റിച്ച് മാർക്കർ വീണ്ടും വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു ചുറ്റിലും ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ലാസ്റ്റ് ചെയിനിലും നമ്മൾ സ്റ്റിച്ചസ് ചെയ്യണേ. പിന്നെ നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അത്രയും നമ്മൾ എത്ര റൗണ്ട് വേണമെങ്കിലും നമുക്ക് ചെയ്തിട്ടാണ് നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടുന്നത്. അത് എത്തുന്ന വരെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ ഓരോ റൗണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മെഷർമെൻറ്റ് എടുത്ത് നോക്കാം നമ്മൾ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ ഞാനിതാ കുറച്ച് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടുന്ന് ഇത്ര ഈ ഒരു വിഡ്ത്താണ് എനിക്ക് വേണ്ടത്. ഇങ്ങനെ മടക്കി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് സ്ലീവാണ്. ഇങ്ങനെ സ്ലീവിലേക്ക് ഇങ്ങനെ മടക്കുക. അതിന് ശേഷം ഇവിടേക്ക് ഇങ്ങനെ മടക്കിയിട്ട് വെച്ച് നോക്കുക. നമുക്ക് എത്രയാണോ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വേണ്ടത് ആ ഒരു മെഷർമെൻറ്റ് കിട്ടുന്നവരെ നമ്മൾ ചെയ്ത് ഈ ഒരു പാറ്റേൺ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ 4 ആ കോർണറിൽ ഇൻക്രീസിങ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതപ്പോൾ 8 ഇഞ്ചാണ് എനിക്ക് ശരിക്കും വേണ്ടത് 9 ഇഞ്ചിൻ്റെ അടുത്ത് 9-9.5 ഇഞ്ചാണ് വേണ്ടത്. പക്ഷെ നമുക്കിവിടെ 8 ഇഞ്ച് കിട്ടി. ഇനി നമ്മൾ അടുത്ത റൗണ്ടും കൂടി ചെയ്യുമ്പം കറക്റ്റാവും. അപ്പം സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ ഒരു മെഷർമെൻറ്റ് 3 ഇഞ്ചുമാണ്. അപ്പോൾ ഇനി നമ്മൾ ആം ഹോൾ ജോയിൻ ചെയ്യാനുള്ള റൗണ്ടാണ് ചെയ്യുന്നത്. മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ഈ ഒരു റൗണ്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. 1 2 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. അതായത് ഈ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ചില സ്ഥലത്ത് ഞാൻ 3 ചെയിൻ ചെയ്തിട്ടാണ് വർക്ക് ടേൺ ചെയ്തത്. ചില സ്ഥലത്ത് ഞാൻ ചെയിൻ 2 ചെയ്തിട്ട് വർക്ക് ടേൺ ചെയ്തിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല കേട്ടോ. അതൊക്കെ എന്തായാലും കുഴപ്പമില്ല. ചെയിൻ 3 ആയാലും ചെയിൻ 2 ആയാലും കുഴപ്പമില്ല. നമ്മൾ അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ DC എന്നുള്ള പാറ്റേൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് മാർക്കർ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ
നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എപ്പോഴും നമുക്ക് നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ. ഈ ഒരു സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഇതാ 1 2 3 4 5 5 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇത്രയും ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ച് മാർക്കറിലേക്ക് നമുക്ക് ഇത്രയും ഭാഗം സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കറിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഞാനോർ ചെയ്യുക. ഈ ഒരു സ്റ്റിച്ച് മാർക്കറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കതിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിവിടെ ആം ഹോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ ഫസ്റ്റ് ആം ഹോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ആം ഹോൾ ജോയിൻ ചെയ്യുക. അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അത് നമ്മൾ ഫ്രണ്ട് സൈഡാണ്. ഇത് നമ്മൾ ആം ഹോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇവിടെ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ കേട്ടോ. അത് നമ്മൾ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യുക. അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്ത് കൊടുക്കുക. ആം ഹോൾ എപ്പോഴും നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ കുറച്ച് ഇപ്പോൾ നമുക്ക് 4 ഇഞ്ചാണ് ആം ഹോൾ വേണമെങ്കിൽ ഒരു 3 ഇഞ്ച് എത്തുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് ആം ഹോൾ ജോയിൻ ചെയ്യാം കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുള്ളൂ. ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ട് ബാക്ക് സൈഡ് ഫുള്ള് ചെയ്തിട്ട് ഇതാ ഈ ഒരു സ്റ്റിച്ച് മാർക്കറിൽ അവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ആം ഹോൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നമുക്ക് ആ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് അതിൽ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മളിതാ 1 2 3 4 5 അവിടെ എത്രയാണോ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടത് അത്രയും ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത സ്റ്റിച്ച് മാർക്കറിലേക്ക് ഹുക്ക് ഇതാ നമ്മളിങ്ങനെ യാൺ ഓവർ ചെയ്തിട്ട് അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആ സ്റ്റിച്ച് മാർക്കർ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മളെ സെക്കൻഡ് പാർട്ടും നമുക്കിവിടെ നമ്മളെ സെക്കൻഡ് ആം ഹോളും ജോയിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 2 ആം ഹോളും നമ്മൾ ജോയിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതാ ഇനി നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഈ ഒരു സ്റ്റിച്ച് വരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ആം ഹോൾ എപ്പോഴും നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് നമുക്ക് മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. നമുക്കിപ്പോൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് പിന്നെ നമുക്ക് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ നമുക്ക് വേണ്ടത് അത് കിട്ടുന്ന വരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇൻക്രീസിങ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഈ ലാസ്റ്റ് വരെ നമ്മൾ സ്റ്റിച്ചസ് ചെയ്തു. നമ്മളിവിടെ നമ്മൾ ചെസ്റ്റ് ഒന്നും കൂടി മെഷർമെൻറ്റ് ചെയ്ത് നോക്കാം. ഇതാ ഇവിടുന്ന് നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിട്ട് അതും നമ്മൾ ആഡ് ആക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് 9 ഇഞ്ചിൻ്റെ അടുത്ത് പുറത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മെഷർമെൻറ്റാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ വീണ്ടും 1 2 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇനിയിപ്പം നമ്മൾ ആം ഹോൾ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ 5 ചെയിൻ സ്റ്റിച്ചാണുള്ളത്. 5 ചെയിൻ സ്റ്റിച്ചിലും നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം. ഫസ്റ്റ് 1 യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സെക്കൻഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് 1ലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് 1ലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫിഫ്ത്ത് 1ലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക.
അപ്പോൾ നമ്മൾക്ക് ഈ ഒരു 5 സ്റ്റിച്ച് ഇവിടെയും 5 സ്റ്റിച്ച് മറ്റേ ഭാഗത്തും നമുക്ക് ഇൻക്രീസിങ് ആയി കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ബാക്കി വരുന്ന എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ അടുത്ത ആം ഹോളിൻ്റെ ആ ഒരു ചെയിൻ സ്റ്റിച്ച് എത്തുന്നവരെ ഈ ഒരു സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതുവരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ 5 ചെയിൻ സ്റ്റിച്ച് ഉണ്ട്. ആ 5 ചെയിൻ സ്റ്റിച്ചിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, 1. സെക്കൻഡ് വണ്ണിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, 2. തേർഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, 3. ഫോർത്ത് ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, 5th ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഇവിടുന്ന് 5 ചെയിനിൽ നമ്മൾ ചെയ്തു. ഇനി ഇവിടുന്ന് നമ്മൾ ബാക്കിയുള്ള എല്ലാ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിതാ ഇവിടുന്ന് ഇങ്ങനെ, അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് 1, 2, 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. അതിന് മുന്നേ നമുക്കിങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്നും കൂടി നമ്മൾ മെഷർമെൻറ്റ് നോക്കാം. ഇപ്പോൾ നമ്മൾ 5 സ്റ്റിച്ച് 2 സ്ലീവിലും നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 10 സ്റ്റിച്ചിൻ്റെ ഇൻക്രീസിങ് നമുക്ക് മെഷർമെൻറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് വേണ്ടത്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ലെങ്ത്ത് നോക്കുക. ലെങ്ത്ത് ഈ ഒരു ലെങ്ത്താണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്ര ലെങ്ത്ത് ചെയ്യുക. അതുപോലെ ഫുൾ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതുവരെ നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ഒന്നും ചെയ്യാനില്ല. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയാൽ വീണ്ടും ചെയിൻ 3 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. അങ്ങനെ എത്ര റൗണ്ടാണോ നമുക്ക് ലെങ്ത്തിന് വേണ്ടത് അത്രയും റൗണ്ട് ലെങ്ത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ചുറ്റിലും ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ വീണ്ടും നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാം. അങ്ങനെ ലെങ്ത്ത് കിട്ടുന്നവരെ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്ര റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് മെഷർമെൻറ്റ് നോക്കാം. നമുക്കിതാ 9.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കൊരു 10 ഇഞ്ച് മതി. നമ്മളെ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞത് 10 ഇഞ്ചാണ്. അപ്പോൾ ഇനി നമ്മൾ വൈറ്റ് വെച്ചിട്ട് ബോർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് 10 ഇഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ബോർഡർ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ പിന്നെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഒറ്റ കളറിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. യാണ് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള ഇങ്ങനെ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റിച്ചസ് ഫുൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു ചെയിൻ 1 എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിവിടെ യാണ് കട്ട് ചെയ്യാം. യാണ് കട്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിങ്ങനെ ഹുക്കിന് മുകളിലേക്ക് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്ലീവ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ലീവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ലീവ് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിലെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ സ്ലീവ് ഇവിടെ നിന്നാണ് സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് എടുക്കുമ്പോൾ നമ്മളൊരു 7 ഇഞ്ചിൽ സ്ലീവ് എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതാ ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് നമ്മൾ 5 ചെയിൻ സ്റ്റിച്ചാണല്ലോ നമ്മളിവിടെ ഇട്ടിട്ടുള്ളത്. അതിൽ 3ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് യാണ് ഏത് കളർ യാണാണോ നമ്മൾ ബോഡിക്ക് ചെയ്തിട്ടുള്ളത് സെയിം കളർ യാണ് തന്നെ കുറച്ച് ടൈലൻ്റ് എടുക്കുക. അതിന് ശേഷം യാണ് ഓവർ ചെയ്യുക. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണേ. 1, 2, 3 ചെയിൻ ചെയ്യുക. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ഫുൾ ചെയ്യുന്നത്.
ഇവിടെ ഇങ്ങനെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കാണില്ല. ഇങ്ങോട്ട് വന്നാൽ പിന്നെ നമുക്ക് ചെയിൻ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ദാ ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഒരു സെൻറ്ററിലേക്കൊക്കെ ആക്കിയിട്ട് നമുക്കൊരു സ്റ്റിച്ചസ് ഒരു DC ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, DC ചെയ്യുക. നമ്മൾ ചുറ്റിലും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ടൈലൻഡ് എടുത്തിട്ടുള്ള യാണുണ്ടല്ലോ, ഈ യാണ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക കേട്ടോ. കൂടെ പിടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ആക്കി പിടിക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, യാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ യാണ് ഇവിടെ ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡായി പോയിക്കോളും. പിന്നെ അതിങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ ഒക്കെ വൃത്തികേടാണ്. പിന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കാമെന്ന് പറയുമ്പം അത് പിന്നെ നമുക്ക് സ്റ്റിച്ചസൊക്കെ റിമൂവ് ആയി പോകും. അപ്പോൾ അത് ഊരി പോകാനൊക്കെ ചാൻസാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ സ്റ്റിച്ചിൻ്റെ കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഓരോ സ്റ്റിച്ചിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഹൈഡായി പോയിക്കോളൂ കേട്ടോ. അധികം ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. അതെല്ലാം കുറച്ചുള്ളെങ്കിൽ കുഴപ്പമില്ല. നമ്മളിങ്ങനെ അതിൻ്റെ കൂടെ പിടിച്ചു കൊടുത്താൽ ഇതാ കണ്ടോ, നമുക്കത് ബാക്കിലേക്ക് ഇങ്ങനെ ഹൈഡായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ചുറ്റിലും ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ ചുറ്റിലും ചെയ്യാം. ഇതാ ഇവിടെ വരെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുവരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിതാ ഈ ഒരു ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ലീവിൻ്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സെയിം പാറ്റേൺ തന്നെ ചെയിൻ 2 ചെയ്യുക. എല്ലാ ചെയിനിലും ചെയിൻ 2 ആയാലും ചെയിൻ 3 ആയാലും കുഴപ്പമില്ല കേട്ടോ. ചില സ്ഥലത്ത് ഞാൻ ചെയിൻ 3 ചെയ്ത് പോയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയിൻ 2ഓ അല്ലെങ്കിൽ ചെയിൻ 3ഓ ചെയ്യുക. പിന്നെ ബാക്കി എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക കേട്ടോ. ഇൻക്രീസിങ് ആവരുത്, ഡിക്രീസിങ്ങും ആവരുത്. സെയിം പാറ്റേൺ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചുറ്റിലും ചെയ്യുക. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഇങ്ങനെ ചെയ്യുക. അപ്പോൾ എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ ഈ ഒരു സെയിം പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഞാനിവിടെ 1 2 3 4 4 റൗണ്ട് ഞാനിങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC ചെയ്തു. പിന്നെ 5ാമത്തെ റൗണ്ട് ഞാൻ ഈ കളറ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബോർഡറിൽ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബോർഡർ എങ്ങനെ ചെയ്യുമെന്ന് കാണിച്ചു തരാം. നമുക്കിത് 4 റൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ 1 2 3 4 4 റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തു. അപ്പോൾ നിങ്ങൾ എത്ര റൗണ്ട് ആണെന്ന് നിങ്ങൾ മെഷർമെൻറ്റ് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിതാ ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നമ്മൾ വർക്ക് നമുക്കിനി വേറെ കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ചെയിൻ 1 ചെയ്തിട്ട് യാണ് കട്ട് ചെയ്യുകയാണ്. നിങ്ങൾ സെയിം കളർ യാണ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിത് യാണ് കട്ട് ചെയ്യണ്ട. നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് ലെങ്ത്ത് വേണ്ടത് അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വേറെ കളറ് യാണ് ആഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതാ ഈ കട്ട് ചെയ്ത സെയിം ചെയിനിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ വൈറ്റ് കളറാണ് ബോർഡർ കൊടുക്കുന്നത്. ആ യാണ് കുറച്ച് തേയിലേൻ്റെ അധികം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. അതിന് ശേഷം ഇതാ ഈ ഒരു യാണ് ഇവിടെ ഇങ്ങനെ പിടിച്ചു കൊടുക്കണേ. ഇതാ ഈ ഒരു യാണ് ഇവിടെ പിടിച്ചതിന് ശേഷം 1 2 3 3 ചെയിൻ ചെയ്യുക. നേരത്തെ ചെയ്തേ പോലെ തന്നെ അടുത്ത ചെയിനിൽ യാണോവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മളിതാ ഈ ടൈലൻ്റ് എടുത്ത യാണും നമ്മൾ ഈ കട്ട് ചെയ്ത യാണും നമുക്കിങ്ങനെ ഒന്നിച്ച് വെച്ച് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ഒന്നിച്ച് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ചസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹൈഡായി പോയിക്കോളൂ കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ടൈലൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം അതാ നമ്മളിങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ആഡായി പോയിക്കോളൂ കേട്ടോ. ഈ റൗണ്ടിലും നമ്മൾ യാണ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാം
സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സെയിം ഇത് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ 2 നമ്മളിങ്ങനെ വെച്ചിട്ട് ഒന്നിച്ച് ഇങ്ങനെ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഹൈഡായി പോവും. ഇതാ വൈറ്റ് കളർ ഇവിടെ ബാക്കിൽ ഹൈഡായിട്ടുണ്ട്. ഇതാ ഈ കൂടി ഉണ്ട്. ഈ നമുക്കിതുപോലെ തന്നെ ഒന്നും ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ചസ് ഇങ്ങനെ നോർമൽ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഈ റൗണ്ട് മുഴുവനും നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യാം. ഈ ഒരു ലാസ്റ്റ് ചെയിൻ വരെ ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിതാ ചുറ്റിലും ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് അങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിനി ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഈ ചെയിൻ കൗണ്ട് ചെയ്യാതെ ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക, നമ്മൾ യാൺ കട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം നമുക്ക് യാൺ ഇങ്ങനെ വലിച്ചിട്ട് പുറത്തേക്ക് എടുക്കുക, ടൈറ്റാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതാ ഈ യാണിനൊന്ന് ആദ്യം ഫ്രണ്ടിലേക്ക് എടുക്കുക, പിന്നെ ഇതാ ഈ ഇതിൻ്റെ ഉള്ളിൽ ബാക്ക് സൈഡിലേക്ക് എടുക്കുക. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ സെക്യൂറിന് വേണ്ടി ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഈ യാണൊക്കെ ഇങ്ങനെ ഊരിപ്പോവും. 1 or 2 ഭാഗത്തേക്ക് ലൂപ്പിലേക്ക് എടുത്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. അതിന് ശേഷം ബാലൻസ് വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്യുക. ഇതാ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 2 സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് ബോർഡർ ചെയ്യണം. അതിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ നമുക്ക് ഈ ഒരു സെയിം കളറ് നമ്മൾ ബോഡിക്ക് ചെയ്തിട്ടുള്ള സെയിം കളറിനെ കൊണ്ട് നമുക്കൊന്ന് ബോർഡർ ചെയ്ത് കൊടുക്കാം. ഇതാ നമുക്ക് കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുക. ഇവിടുന്ന് ആണെങ്കിലും കുഴപ്പമില്ല, ഇവിടുന്ന് ആണെങ്കിലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് ടൈലൻ്റ് അധികം എടുത്തിട്ട് ഇതാ ഈ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ടൈലൻ്റ് അധികം എടുക്കുക. എന്നിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ ശ്രദ്ധിക്കണേ, ഇതാ ഇങ്ങനെ ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ച് ഇതാണ്. ഈ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഇതവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഈ ഒരു ലൂപ്പ്, സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഫുള്ളല്ല, ഈ ഒരു ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഗ്യാപ്പ്, ഈ ഒരു ഭാഗം ഇങ്ങനെ ഹോള് പോലെ വരും. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഒരു ലൂപ്പ് എടുക്കുന്നത്. പിന്നെ അടുത്തത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതാ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ചെയിൻ സ്റ്റിച്ച് പോലെ കാണും, അവിടെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഇതാ അവിടെ ഇങ്ങനെ ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കാണും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ നോക്കിയിട്ട് ഈ ലൂപ്പ് പോലെ ഇങ്ങനെ നോക്കിയിട്ട് അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്യാപ്പ് ഇല്ലാതെ കിട്ടും. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതാ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഇതാ അടുത്ത് നമ്മളിതാ ഇവിടെ ചെയ്യുമ്പോൾ ഇതാ നമുക്കിങ്ങനെ ഇവിടെ ഗ്യാപ്പ് വരും. അപ്പോൾ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഇങ്ങനെ ഒരു ലൂപ്പ്, ഫസ്റ്റ് ലൂപ്പ് ഇങ്ങനെ ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെയുള്ള ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണും, അതിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ അടുത്ത് നമ്മളിതാ സെക്കൻഡ് DCയുടെ ഒരു ലൂപ്പ് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ കണ്ടോ, നമുക്കിങ്ങനെ ഇവിടെ ഗ്യാപ്പ് ഇല്ലാതെ കിട്ടും. അതിൽ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഗ്യാപ്പാവും. ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഉണ്ടോ ഇവിടെ ഇങ്ങനെ നമുക്ക് ഹോളായിട്ട് വരും. അപ്പോൾ അതില്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഏതെങ്കിലും ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്
ചെയിനല്ല ഒരു ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അടുത്ത നമുക്കിതാ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുമല്ലോ, അതിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഈ ഭാഗത്തുള്ള ടൈലിൻ്റെ ഇതിൻ്റെ കൂടെ ഇടയിട്ട് ഹൈഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇനി അടുത്തത് ഡി സിയുടെ ഭാഗമാണ്. അപ്പോൾ സെക്കൻഡ് ഡി സിയുടെ ഒരു ലൂപ്പിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തത് നമുക്കിതാ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഭാഗമാണ്. അവിടെ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ലൂപ്പിലേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു സെയിം പാറ്റേൺ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ വരെ ചെയ്യാം. ഈ നമുക്ക് ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ഒരു ടൈലൻഡ് ഇതേപോലെ ആദ്യം ഫ്രണ്ട് സൈഡിലേക്ക് വലിക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിലേക്കും വലിച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇത് പിന്നെ നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഹൈഡാക്കി കൊടുക്കാം. ഞാൻ സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ ഈ ആണും ഇതിൻ്റെ ഉള്ളിൽ ഹൈഡാക്കി കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ചെയ്ത് അപ്പോൾ ഈ ആണ് ഇതിൻ്റെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആണ് ഇതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഹൈഡാക്കി കൊടുക്കണേ. എന്നിട്ട് ബാക്ക് സൈഡിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നമ്മളിങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ച് വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. ശേഷം മാത്രമേ യാണ് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഈ യാണ് ഇതിൻ്റെ ഉള്ളിൽ ഹൈഡായിട്ടുണ്ട്. കൂടുതൽ യാൺസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റിലേക്ക് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഫിനിഷിംഗ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ സെയിം കളറ് ഈ ഒരു ബോർഡർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വേറൊരു കളർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ആ ഒരു കളർ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്ത് കാണിക്കും. നമ്മൾ ഓരോ സ്റ്റിച്ചസും ചെയ്യുമ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. അവിടെ ഇങ്ങനെ ഒരു വൃത്തിയില്ലാതെ ഇങ്ങനെ എടുത്ത് കാണിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബോർഡർ ചെയ്യാൻ ഏത് കളർ യാണാണോ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ബോഡിക്ക് ചെയ്ത ഈ ഒരു ഭാഗം ചെയ്ത കളർ തന്നെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ടൈലിൻ്റെ അധികം എടുത്തിട്ട് ചെയിൻ 1 ചെയ്ത് നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈലിൻ്റെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ഹൈഡാക്കി കൊടുക്കണം കേട്ടോ. ബാക്ക് സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ചസിൻ്റെ ഉള്ളിലേക്ക് ഹൈഡായി പോയിക്കോളും. റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്തപോലെ തന്നെ സ്റ്റിച്ചസ് നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ഭാഗത്ത് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യും. ഇവിടെ നമ്മൾ ഡി സി ആണല്ലോ, ഈ ഡി സി ചെയ്തതിൻ്റെ സെക്കൻഡ് ഡി സിയുടെ ഒരു ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ ആ ചെയിൻ സ്റ്റിച്ച് പോലെ കാണും, അതിലൊരു സിംഗിൾ ക്രോഷേ ചെയ്യും. ഡി സിയുടെ സെക്കൻഡ് ഡി സിയുടെ ടോപ്പിൽ ഒരു ലൂപ്പിൽ യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് യാണിങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കുക, ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമ്മൾ വൈറ്റ് കളർ യാണ് ആഡ് ചെയ്യാൻ പോവുകയാണ്. വൈറ്റ് കളർ യാണ് നമ്മളിതാ നമുക്കിതാ ഇവിടുന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ആഡ് ചെയ്യാം കേട്ടോ. നമുക്കിതാ ഞാൻ ഈ ഒരു സൈഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ തെമ്പത്തു നിന്നൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അത് സ്ലിപ്പ് സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ അതൊരു ബോറായി കിടക്കും. അതുകൊണ്ട് ഞാനിതാ ഈ ഒരു സ്ലീവ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സൈഡിലേക്ക് ആക്കിയിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്യാം. അതിന് ശേഷം അതാ ടൈലിൻ്റെ എടുത്തിട്ട് നമ്മൾ ബോർഡർ ചെയ്യാണ്. 1 2 3 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം അതാ ഈ ഒരു ടൈലിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതാ ഈ ഒരു ടൈലിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഹൈഡായി പോകണം കേട്ടോ. നമുക്കിങ്ങനെ
ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. DC വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം, അതുപോലെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നമ്മളിതിൽ ഫുള്ളും DC ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബോർഡറിന് മാത്രമാണ് ഇപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് യൂസ് ചെയ്തത്. അതുകൊണ്ട് നമുക്കിത് ഫുൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചില്ല DC വെച്ചിട്ട് തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തു. അതിന് ശേഷം നമ്മൾ ഈ ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 1 സെയിം തന്നെ 2 ചെയ്യുക, സെയിം തന്നെ 3 സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ സെയിം സ്റ്റിച്ച് തന്നെ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം നമ്മൾ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ആ ഒരു ഭാഗം ഇങ്ങോട്ട് ടേൺ ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഒരു ചെയിനിൽ തന്നെ 3 സ്റ്റിച്ചസ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് ടേൺ ആയി വരും. അതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഈ ഭാഗത്തേക്ക് നമ്മൾ വർക്ക് ടേൺ ആയിട്ടുണ്ട്. ടേൺ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 3 സ്റ്റിച്ച് ചെയ്യാം. നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതുവരെ ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് ഈ ഒരു യാണ് കട്ട് ചെയ്തത് അതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ആക്കാൻ എളുപ്പത്തിനായിട്ട് ആദ്യം ഫ്രണ്ട് സൈഡിലേക്കും പിന്നെ ബാക്ക് സൈഡിലേക്കും കൊടുക്കുക. പിന്നെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിതുവരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC ചെയ്തു. ഈ ഒരു ഭാഗം ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു നമ്മളെ നെക്കിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടേൺ ആവാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചെയിനിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 എണ്ണം ചെയ്തു. സെയിം ചെയിനിൽ തന്നെ നമുക്ക് ഒന്നും കൂടി ചെയ്യാം. ഇങ്ങനെ ഇവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ വർക്ക് ഈ ഭാഗത്തേക്ക് ടേൺ ആയി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഈ നെക്കിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആണോ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വർക്ക് ടേൺ ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ചുറ്റിലും എന്താ ഈ ഒരു DC ചെയ്ത് കൊടുക്കാം. ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിവിടെ നെക്കിൽ ഇങ്ങനെ ചുറ്റിലും ഓരോ DC ചെയ്തിട്ട് ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് ചെയിന് നമ്മൾ ലാസ്റ്റ് ചെയിനിൽ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യണം. ഫസ്റ്റിൽ നമ്മൾ 1 ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സെക്കൻഡ് 1 ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, തേർഡ് 1 ചെയ്യുക. അപ്പോൾ നമ്മൾ വർക്ക് ഈ ഭാഗത്തേക്ക് ടേൺ ആവും കേട്ടോ. ഈ താഴെ ഭാഗത്തേക്ക് ടേൺ ആയി വരും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യാം. ഇതുവരെ ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ഒരു ചെയിനിനെ നമ്മൾ മുകളിലേക്കും താഴത്തേക്കും ആക്കുക. പിന്നെ സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഹൈഡാക്കി പിടിക്കുക കേട്ടോ. അപ്പോൾ ഈ ഭാഗം അവിടെ ഹൈഡായി പോയിക്കോളും. നമ്മൾ ഇവിടുന്ന് ഇതുവരെ ചെയ്തിട്ട് ഇവിടെ നമ്മൾ വീണ്ടും ലാസ്റ്റ് ചെയിനിൽ 3 DC ചെയ്യണം. ഇവിടെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റിച്ചിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ നമുക്ക് 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഞാൻ ചെയ്തു, സെക്കൻഡും സെയിം ചെയ്യുക, തേർഡ് 1ഉം സെയിം തന്നെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ വർക്ക് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ടേൺ ആവും. ഇനി നമ്മൾ ഇവിടുന്ന് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ DC എന്നുള്ള പാറ്റേൺ ആ ഒരു എൻഡ് വരെ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇതാ നമ്മളിവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഓരോ
ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചസിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റത്തെ 3 ചെയിൻ കൗണ്ട് ചെയ്യേണ്ട. ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിൻ്റെ ലൂപ്പിൻ്റെ കൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാൺ കട്ട് ചെയ്യാം. ശേഷം നമ്മളിതാ യാണിനെ ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് എടുക്കാം. ശേഷം ബാക്ക് സൈഡിലേക്ക് എടുക്കാം. ബാക്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ലൂപ്പ് എടുത്തിട്ട് 1 or 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ചെയിൻ ചെയ്തു. ഇതുപോലെ തന്നെ അടുത്ത ലൂപ്പ് എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു ചെയിൻ ചെയ്യാം. നമുക്ക് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്റ്റിച്ചസ് ഊരി പോവില്ല. ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമുക്ക് ടോപ്പായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ സെറ്ററായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ട്രൗസർ ഷർട്ടായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമുക്കിനി ഇവിടെ ബട്ടൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നോർമൽ ബട്ടൺ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് ബട്ടൺ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കാം. 4 ബട്ടൺസാണ് നമ്മളിവിടെ വെക്കുന്നത്. നോർമൽ ബട്ടണാണ് വെക്കുന്നത്. അതുപോലെ നിങ്ങളിങ്ങനെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തതിന് ശേഷം സാധാ സൂചി നൂല് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നാലെണ്ണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 4 ബട്ടൺസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ബട്ടൺ ഹോളിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു DC വെച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്കിതാ ഈ DCയിലേക്ക് ഇങ്ങനെ ബട്ടണ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എക്സ്ട്രാ ബട്ടൺ ഹോളിൻ്റെ ഒന്നും ആവശ്യമില്ല. നാല് ബട്ടൺസാണ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. 2 സ്ലീവിലും ചുറ്റിലും നമ്മൾ ബോർഡർ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നമുക്ക് ടോപ്പായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ ഷർട്ടുമായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഷർട്ടായിട്ട് യൂസ് ചെയ്യുക. ഒക്കെ നമുക്ക് 3 വിധത്തിൽ നമുക്ക് ഈ ഒരു ഇത് യൂസ് ചെയ്യാം കേട്ടോ. റോംബറിൻ്റെ ഉള്ളിലിടാനുള്ള ഷർട്ട്